മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾക്കും ഗാർഹിക സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്ന സമയമാണ്. ആരോഗ്യം സ്ഥിരമായിരിക്കും. പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടും. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങളോ പെട്ടെന്നുള്ള ലാഭകരമായ തീരുമാനങ്ങളോ ഉണ്ടാകും. സർക്കാർ പിന്തുണയുള്ള നിക്ഷേപങ്ങളിൽ ഫലപ്രദമാകും. തൊണ്ട അല്ലെങ്കിൽ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഭക്ഷണ ക്രമീകരണം ശ്രദ്ധിക്കേണ്ടതാണ്. ഫാഷൻ, മീഡിയ, സിനിമ, വിദ്യാഭ്യാസം, ശാസ്ത്രം എന്നീ മേഖലയിലുള്ളവർക്ക് പ്രത്യേകിച്ച് നല്ല സമയമാണ്. ആഴ്ചയുടെ അവസാനത്തിൽ ഗ്രഹങ്ങളുടെ പിന്തുണയോടെ സന്തോഷവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിക്കും. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് വികസിപ്പിക്കാനും പുതിയ ആശയങ്ങൾ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കും. ആത്മീയ കാര്യങ്ങൾ താല്പര്യം വർദ്ധിക്കുകയും കുടുംബത്തോടെ തീർത്ഥാടനം നടത്താൻ സാധ്യതയുമുണ്ട്. അടുത്ത ബന്ധുക്കളുമായുള്ള ഒത്തുചേരലുകൾക്ക് സന്തോഷം നൽകും. ഈ ആഴ്ച മിഥുനക്കൂറുകാർക്ക് ആശയവിനിമയത്തിലും ബന്ധങ്ങളിലും വലിയ പുരോഗതി നൽകും. ബുധൻ സ്വന്തം രാശിയിലേക്ക് മാറുന്നത് ഈ മേഖലകളെ കൂടുതൽ ശക്തിപ്പെടുത്തും. കുടുംബപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടത് പ്രധാനമാണ്. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങളോടെ പെട്ടെന്നുള്ള ലാഭകരമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടും. വ്യാഴം മിഥുനത്തിൽ തുടരുന്നത് വ്യക്തിബന്ധങ്ങളെയും ദാമ്പത്യത്തെയും അനുകൂലമായി സ്വാധീനിക്കും. ഇത് വിവാഹാലോചനകൾക്ക് നല്ല സമയവുമാണ്. ജൂൺ 6 ബുധൻ്റെ മിഥുനത്തിലേക്കുള്ള മാറ്റം ആശയവിനിമയത്തിൽ അനുകൂലവുമാണ്. കർക്കിടകക്കൂറിൽ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നാളുകളുടെ ആഴ്ചയുടെ തുടക്കത്തിൽ ഗ്രഹങ്ങളുടെ ശക്തമായ പിന്തുണ ആശയക്കുഴപ്പങ്ങളെ അതിജീവിച്ച് ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും.